നമസ്കാരം, ഞാൻ ഡോക്ടർ അനിൽ. സ്വാഗതം ബി പോസിറ്റീവ് നോളജ് ഹബിലേക്ക്. ഇന്നത്തെ പുതിയ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് കേരളത്തിലെ ഉദ്യോഗാർത്ഥികൾ വളരെയധികം കാത്തിരുന്ന UP സ്കൂൾ ടീച്ചർ, അതുപോലെ LP സ്കൂൾ ടീച്ചർ എന്നീ ഒഴിവുകളിലേക്ക് ഇപ്പോൾ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. ഏകദേശം 5000-ൽ കൂടുതൽ ഒഴിവുകൾ ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ അതിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാനായിട്ട് കഴിയും. 2024 ജനുവരി 31 വരെ ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ കഴിയും. ഇതേക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാനുള്ളത്. കാര്യങ്ങളൊക്കെ നിങ്ങൾ പൂർണ്ണമായിട്ടും മനസ്സിലാക്കാനായിട്ട് വീഡിയോ മുഴുവനായിട്ട് കാണുക, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും അപേക്ഷിക്കാൻ അവസരം ലഭിക്കട്ടെ. കാരണം ഇതുപോലെ അവസരം കുറേ നാളായിട്ട് കാത്തിരുന്നതാണെന്ന കാര്യം പ്രത്യേകം മനസ്സിലാക്കുക. നമുക്ക് ഇതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കാം. ഈ ആദ്യത്തെ പോസ്റ്റ് UP സ്കൂൾ ടീച്ചർ മലയാളം മീഡിയത്തിലേക്കുള്ളതാണ്, വിദ്യാഭ്യാസ വകുപ്പിലേക്കാണ്. ഇതിന്റെ കാറ്റഗറി നമ്പർ 707/2023 എന്നുള്ളതാണ്. ശമ്പള സ്കെയിൽ പറയുകയാണെങ്കിൽ 35,600 മുതൽ 75,400 എന്ന സ്കെയിലാണ്. ഒഴിവുകൾ ജില്ലാ അടിസ്ഥാനത്തിലാണ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ എല്ലാ ജില്ലകളിലെയും പ്രതീക്ഷിക്കുന്ന ഒഴിവുകളിലേക്കാണ് എന്ന കാര്യം പ്രത്യേകം ഓർത്തിരിക്കുക. നമ്പർ പറഞ്ഞിട്ടില്ല, എന്നാൽ കുറേയധികം വേക്കൻസികൾ ഉണ്ട് എന്ന കാര്യം പ്രത്യേകം മനസ്സിലാക്കുക. നേരിട്ടുള്ള നിയമനമായിരിക്കും. പ്രായപരിധി വരികയാണെങ്കിൽ 18 വയസ്സിനും 40 വയസ്സിനും ഇടയിലുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും. അതായത് 2/1/1983-നും 1/1/2005-നും ഈ 2 ദിവസം ഉൾപ്പെടെ ഇടയിൽ ജനിച്ചവരായിരിക്കണം. എന്നാൽ SC/ST-കാരായിട്ടുള്ളവർക്കും OBC നോൺ ക്രിമിനൽ ആയിട്ടുള്ളവർക്കും കേരള ഗവൺമെന്റ് നൽകുന്ന ഉയർന്ന പ്രായപരിധിയിലുള്ള ആനുകൂല്യം ഇവിടെയും ബാധകമായിരിക്കും. എന്തായാലും മാക്സിമം പ്രായം 50 വയസ്സ് കഴിയാൻ പാടില്ല എന്ന കാര്യം കൂടി ഉണ്ട്, നിബന്ധന കൂടിയുണ്ട്. യോഗ്യതകൾ നമുക്ക് നോക്കാം. 10ാം ക്ലാസ് പാസ്സായിരിക്കുക, അല്ലെങ്കിൽ +2 പാസ്സായിരിക്കുക, അല്ലെങ്കിൽ ഹയർ സെക്കൻഡറി പരീക്ഷ പാസ്സായിരിക്കുക. അതോടൊപ്പം കേരള സർക്കാർ പരീക്ഷാ കമ്മീഷൻ നടത്തുന്ന TTC പരീക്ഷ പാസ്സായിരിക്കണം, അല്ലെങ്കിൽ കേരളത്തിലെ സർവകലാശാലകൾ നൽകിയതോ അല്ലെങ്കിൽ അംഗീകരിച്ചുള്ള ഏതെങ്കിലും വിഷയത്തിലുള്ള ബിരുദവും കൂടാതെ B.Ed അല്ലെങ്കിൽ BT അല്ലെങ്കിൽ LT യോഗ്യത നേടിയവർക്കും അപേക്ഷിക്കാനായിട്ട് കഴിയും. എങ്ങനെ അപേക്ഷ സമർപ്പിക്കേണ്ട രീതി നമുക്ക് പറയാം. അതിന് LP സ്കൂളിന്റെ ടീച്ചറിന്റെ കാര്യം കൂടി നോക്കിയിട്ട് നമുക്ക് പറയാം. രണ്ടാമത്തെ കാറ്റഗറി നമ്പർ എന്നുള്ളത് 709/2023 LP സ്കൂൾ ടീച്ചർ, അതും മലയാളം മാധ്യമമാണ്. ശമ്പള സ്കെയില് 35,600 മുതൽ 75,400 എന്ന സ്കെയിൽ തന്നെയാണ്. ഇവിടെയും ഒഴിവുകൾ ജില്ലാ അടിസ്ഥാനത്തിൽ എല്ലാ ജില്ലകളിലും പ്രതീക്ഷിക്കുന്ന ഒഴിവുകളിലേക്കാണ്. നേരത്തെ തന്നെ പറഞ്ഞു, 5000-ലധികം ഒഴിവുകളുണ്ട് എന്നാണ്. കഴിഞ്ഞ റാങ്ക് ലിസ്റ്റിൽ നിന്നും 5000-ൽ കൂടുതൽ ആൾക്കാർക്ക് നിയമനം ലഭിച്ചു. ഇപ്രാവശ്യം അത്രയും വേക്കൻസികൾ ഉണ്ട്, 5500-ഓളം വേക്കൻസികൾ ഉണ്ട് എന്നാണ് പറയുന്നത്. ഇതിലേക്കുള്ള നേരിട്ടുള്ള നിയമനമായിരിക്കും. ഇതിന് വേണ്ട ക്വാളിഫിക്കേഷൻ, പ്രായപരിധി 18 വയസ്സിനും 40 വയസ്സിനിടയിലുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും. ഇതിന്റെ ക്വാളിഫിക്കേഷൻ 10ാം ക്ലാസ് പാസ്സായിരിക്കുക, അല്ലെങ്കിൽ +2 അല്ലെങ്കിൽ പ്രീ-ഡിഗ്രി പരീക്ഷ പാസ്സായിരിക്കുക, അല്ലെങ്കിൽ ഹയർ സെക്കൻഡറി പാസ്സായിരിക്കുക. അതോടൊപ്പം കേരള സർക്കാർ പരീക്ഷാ കമ്മീഷൻ നടത്തുന്ന TTC പരീക്ഷ പാസ്സായിരിക്കണം എന്ന കാര്യം പ്രത്യേകം മനസ്സിലാക്കുക. അതുപോലെ കേരള സർക്കാർ ഈ തസ്തികയ്ക്ക് നടത്തുന്ന കേരള ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റ് ടെസ്റ്റ് പരീക്ഷ പാസ്സായവർക്ക് മാത്രമേ ഇതിന് അപേക്ഷിക്കാനായിട്ട് കഴിയത്തുള്ളൂ എന്ന കാര്യം പ്രത്യേകം ഓർത്തിരിക്കുക. യോഗ്യതയോടൊപ്പം നിങ്ങൾക്ക് TET പരീക്ഷ പാസ്സാകാൻ നിർബന്ധം കൂടി ഉണ്ട് എന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി ഇതിലേക്ക് എങ്ങനെ 2 പോസ്റ്റിലേക്കും അപേക്ഷിക്കേണ്ട രീതി പറയാം. നിങ്ങൾ ആദ്യമായിട്ടാണ് കേരള PSCക്ക് അപേക്ഷിക്കുന്നതിൻ്റെ ഒരു വൺ ടൈം രജിസ്ട്രേഷൻ പൂർത്തിയാക്കേണ്ട, ഒറ്റത്തവണ രജിസ്ട്രേഷൻ പൂർത്തിയാക്കേണ്ടതായിട്ടുണ്ട്. അതിനായിട്ട് നിങ്ങൾ www.keralapsc.gov.in എന്ന സൈറ്റിൽ പോയിട്ട് നിങ്ങളുടെ പേര്, അഡ്രസ്സ്, മറ്റ് ഇമെയിൽ ID, ഫോൺ നമ്പർ പോലെ ബേസിക് ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്ത് നിങ്ങൾക്ക് ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട് കഴിയും. അങ്ങനെ ആ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾക്ക് ലഭിക്കുന്ന യൂസർ IDയും പാസ്വേഡും ഉപയോഗിച്ച് നിങ്ങൾക്ക് വീണ്ടും ലോഗിൻ ചെയ്ത് നിങ്ങൾക്ക് എത്ര തവണ വേണമെങ്കിലും അപേക്ഷിക്കാൻ കഴിയും. ഇപ്പോൾ ഈ വൺ ടൈം രജിസ്ട്രേഷൻ ഒറ്റ തവണ മാത്രം നിങ്ങൾ ചെയ്താൽ മതിയാകും. പിന്നീട് നിങ്ങൾക്ക് കേരള PSCക്ക് അപേക്ഷിക്കാൻ നിങ്ങളുടെ പ്രൊഫൈല്, നിങ്ങളുടെ യൂസർ IDയും പാസ്വേഡും ഉപയോഗിച്ച് ഓപ്പൺ ചെയ്യുക. നോട്ടിഫിക്കേഷൻ സെലക്ട് ചെയ്യുക, കാറ്റഗറി നമ്പർ സെലക്ട് ചെയ്ത് അപ്ലൈ എന്ന് കൊടുത്ത് നിങ്ങൾക്ക് ഈസി ആയിട്ട് മൊബൈൽ ഉപയോഗിച്ച് പോലും നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാനായിട്ട് കഴിയും. അതുപോലെ നിങ്ങൾ ആദ്യമായിട്ട് ഈ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഒരു റീസെന്റ് ആയിട്ടുള്ള 6 മാസത്തിനിടയിൽ എടുത്തിട്ടുള്ള ഫോട്ടോ നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനകത്ത് ഫോട്ടോയുടെ അടിവശത്ത് നിങ്ങളുടെ പേരും എടുത്ത തീയതി നിർബന്ധമായും വൃത്തിയായിട്ട് ടൈപ്പ് ചെയ്ത് ചേർക്കേണ്ടതായിട്ടുണ്ട്. ഒരിക്കൽ നിങ്ങൾ ഫോട്ടോ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 10 വർഷത്തേക്ക് അതിന് വാലിഡിറ്റി ഉണ്ടായിരിക്കും എന്ന കാര്യം കൂടി മനസ്സിലാക്കുക. അതേപോലെ നിങ്ങൾ ഒരു ആധാർ കാർഡൊക്കെ ഉള്ളതാണെങ്കിൽ അതും ID പ്രൂഫായിട്ട് നിങ്ങളുടെ ഒരു പ്രൊഫൈലിൽ നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ പരീക്ഷ സമയത്തോ ഇന്റർവ്യൂ സമയത്തോ ഒക്കെ അതൊരു ID പ്രൂഫായിട്ട് ഉപയോഗിക്കാൻ കഴിയും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കേരള PSCക്ക് നിങ്ങൾക്ക് തികച്ചും സൗജന്യമായിട്ട് അപേക്ഷിക്കാൻ കഴിയും. അപേക്ഷാ ഫീസൊന്നുമില്ല. അതേപോലെ അപേക്ഷ സമർപ്പിച്ചതിന് ശേഷം അതിൻ്റെ ഒരു പ്രിന്റ് എടുത്ത് സൂക്ഷിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നീട് എന്തെങ്കിലും ആവശ്യം കേരള PSCയുമായിട്ട് ബന്ധപ്പെട്ട് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകരിക്കും. അതിനായിട്ട് നിങ്ങളുടെ പ്രൊഫൈൽ ഓപ്പൺ ചെയ്യുക, അതിനകത്ത് മൈ ആപ്ലിക്കേഷൻ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൻ്റെ PDF എടുത്ത് സൂക്ഷിക്കാനായിട്ട് കഴിയും. അത് നിർബന്ധമായിട്ട് അതും കൂടെ ചെയ്യുക. അതേപോലെ ഈ തെരഞ്ഞെടുപ്പോട് ബന്ധപ്പെട്ട് ഏതെങ്കിലും റിട്ടേൺ ടെസ്റ്റോ OMR ടെസ്റ്റോ ഓൺലൈൻ ടെസ്റ്റോ കൊണ്ട് എഴുതാൻ നിങ്ങൾ റെഡി ആവുന്ന ഒരു കൺഫർമേഷൻ കൂടി കൊടുക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ
കൺഫർമേഷൻ കൊടുക്കുന്നവർക്ക് പരീക്ഷയ്ക്ക് 2 ആഴ്ച മുമ്പ് ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാനും പരീക്ഷ എഴുതാൻ അവസരം ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് നിർബന്ധമായി ആ കൺഫർമേഷൻ ചെയ്യേണ്ട സമയത്ത് കൊടുക്കാൻ മറക്കരുത്. ഈ 2 പോസ്റ്റിലേക്കും സ്വീകരിക്കുന്ന അവസാന തീയതി 2024 ജനുവരി 31 എന്ന കാര്യം പ്രത്യേകം മനസ്സിലാക്കുക. കേരളത്തിൽ ലഭിക്കുന്ന ഒരു മികച്ച തൊഴിലവസരമാണ് എന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഈ അവസരം ക്വാളിഫൈഡ് ആയിട്ടുള്ളവരെ തീർച്ചയായും പരമാവധി പ്രയോജനപ്പെടുത്തുക. ഇത്രയും നേരം വീഡിയോ പൂർണ്ണമായും കണ്ടിൽ നിന്ന് രേഖപ്പെടുന്നതോടൊപ്പം ഇനി ഇതുപോലെ ഇൻഫർമേഷൻസ് ഒക്കെ നിങ്ങൾക്ക് ലഭിക്കാൻ നിങ്ങൾ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും നല്ല കരിയർ ഉണ്ടാവട്ടെ. താങ്ക് യു വെരി മച്ച്.